മീൻ മുറിക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യമായി അയല നമ്മൾ കയ്യിലെടുക്കണം. എടുത്ത അയല തിരിച്ചും മറിച്ചും നോക്കുക. അതിനുശേഷം കത്തിരി കൊണ്ട് അയലയുടെ കണ്ണിന് താഴ്വശത്തുള്ള ചിറക് പ്ലിങ് ഒരു സൗണ്ട്, ആ സൗണ്ട് വന്നാൽ മാത്രമേ അത് പ്ലിങ് ആവുള്ളൂ. അതിനുശേഷം വലതുവശത്തുള്ള ചിറക് വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ആയുധം വെച്ചുള്ള കളിയാണ്. അത് സൗണ്ട് വീണ്ടും വന്നു കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ഈ സൈഡില് ഫിൻസ് എന്ന ഓമന പേരിട്ട് പറയുന്ന സാധനം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിനു ശേഷം ഇനി നിങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ വൃത്തിയായി ഇത് തൊലി എങ്ങനെ നമുക്ക് കളയാം. അതാണ് മാസ്റ്റർ പീസ്. ഈ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്യുക, ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ഇറങ്ങി വിടുക, അതിനെ ഈ അറ്റം വെച്ച് ഇങ്ങനെ വലിക്കുക. തിരിച്ചതിന് ശേഷം ഇതിനെ വീണ്ടും ഇങ്ങനെ 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 ഇതുവരെ കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്ത് വിട്ട അയല ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ നിക്കറില്ലാത്ത കുട്ടിയെ പോലെ നിൽപ്പുണ്ട്. ഇനി ഈ അയലെ ഇങ്ങനെ വെച്ച് ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഇടത് വിങ്ങിൽ നിന്ന് പതുക്കെ തോലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് മസാല പിടിക്കും. ഇങ്ങനെ ചെയ്താലേ പിടിക്കുള്ളൂ. മറ്റത് മറ്റേ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് വറുക്കാൻ റെഡിയായ അയല. 9 മണിക്ക് ഈ അയല വറുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്തതായി ഒരു സവോള, നമ്മൾ വലിയ ഉള്ളി, ബിഗ് ഒനിയൻ എന്ന് പറയുന്ന സവോള വളരെ നിഷ്പ്രയാസം സവോളയിൽ നോക്കാതെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ക്ലാസ്. ആദ്യമായി ഉള്ളി കയ്യിലെടുത്ത് തലയ്ക്ക് ഉള്ളിയുടെ ഈ ഭാഗം കട്ട് ചെയ്യുക, കീഴ്ഭാഗം കട്ട് ചെയ്യുക. ലാഭം ആലോചിച്ചൊരിക്കലും ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് തന്നെ കളയുക. എന്നിട്ട് തോലുണ്ട് എന്ന് കരുതുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ നിങ്ങൾ ഉള്ളി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതാ ഒരു മികച്ച സവോള നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇനി കട്ടിംഗ് ബോർഡിലേക്ക് ഓട്ടയുള്ള ഭാഗം കിഴക്ക് ദർശനത്തിൽ വയ്ക്കുക. വച്ചതിന് ശേഷം ഈ സവോളയെ കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചതാ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. നടുക്ക് ഇങ്ങനെ ഒരു നടുകണ്ടം മുറിക്കുക. മുറിച്ച സവോള 2 കഷ്ണമായി ഇരിക്കുന്ന സവോളയെ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ അരിയാണ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കഷ്ണം സെറ്റാകുന്നു. നിങ്ങളെ നോക്കുന്നു. കൈ 16 ആയതിനേക്കോ കഴിഞ്ഞിരിക്കുന്നു. വളരെ നിഷ്പ്രയാസം എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതാണ്. പരിശോധിക്കുക. നിമിഷം വാങ്ങിക്കാൻ പറ്റുമോ? 2 പച്ചമുളക് എടുത്തുണ്ടോ? അടുത്തിനി വറ്റ കറിയുണ്ട്, കാണണം എന്നുള്ളവർക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ സാധനമാണ് അതിന് കറി ആവാൻ പോകുന്നത്. വറ്റ എറണാകുളം എയർപോർട്ടിന് തൊട്ട് മുന്നിൽ നിന്ന് ആദായ വിലയ്ക്ക് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആദായ വില, വിറ്റവന് ആദായ വിലയാണെന്നൊന്നും നമുക്കിപ്പോ സംശയമുണ്ട്. എന്നാലും ആദായ വിലയ്ക്ക് കിട്ടിയ സാധനം എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. സാധനം